അപ്പൊ ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 നമ്മൾ അള്ളാഹുവിനോട് കെഞ്ചിക്കരഞ്ഞ് ചോദിക്കണം അള്ളാന്റെ റഹ്മത്ത്. ഒരു ലോക്കലാലിറ്റി ദുആ പോരാ, മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദ്വാരക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ മാസമാണല്ലോ വരുന്നിരിക്കുന്ന മാസം. ഖൽബറിഞ്ഞ് ദുആ ചെയ്യണം സഹോദരന്മാരെ. ദ്വാരക്കുന്ന ഒരാളെയും ഇഖ്ലാസോടെ ദ്വാരുന്ന ഒരാളെയും ദുആ അല്ലാഹു തട്ടിയിട്ടില്ല. ഏത് പ്രതിസന്ധിയിൽ അകപ്പെട്ട് എത്ര വിശ്വാസം പഴച്ച ആളാണെങ്കിലും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണല്ലോ. എന്നെ പടച്ച റബ്ബേ, എന്നെ പരിപാലിക്കുന്ന നാഥാ, എനിക്ക് ഭക്ഷണം തന്ന് വെള്ളം തന്ന് വായു തന്ന് എന്നെ തീറ്റിപ്പോറ്റുന്നവനെ, ഈ വിളിയൊക്കെ മടങ്ങുന്നത് ഏത് ഭാഷയിലായാലും ഒരുവനിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് അത് മടങ്ങുന്നത്. കാരണം അല്ലാഹ് റിസ്ക് കൊടുക്കാത്ത ഒരാളും ഈ ലോകത്തില്ല, അല്ലാഹു തആല വെള്ളം കൊടുക്കാത്ത ഒരാളും ഈ ലോകത്തില്ല. അള്ളാഹുവിന്റെ വെള്ളമല്ലാത്ത സ്വന്തം വെള്ളം ആർക്കും തന്നെ ഇവിടെ ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് അള്ളാഹിനോട് ചോദിക്കുമ്പോ വളരെ അധികം മനസ്സ് വെച്ച് ആ റഹ്മത്ത് ചോദിച്ചത് ഏറ്റുവാങ്ങുന്നവരാകണം. അതിനല്ലേ നമ്മൾ പ്രത്യേകം റഹ്മത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്നത്. എല്ലാ ഘട്ടങ്ങളിലും ആ പ്രാർത്ഥന നമ്മൾ പാലിക്കണം. വിശുദ്ധ റമളാനിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ റമളാനിലുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെ നമ്മൾ മുതലാക്കേണ്ടതുണ്ട്. മറ്റു മാസങ്ങളിൽ പരിഗണിക്കാത്ത അത്രയും, അത് പ്രാർത്ഥനയാകട്ടെ, ദാനധർമ്മമാകട്ടെ, നിസ്കാരമാകട്ടെ, കുടുംബബന്ധം പുലർത്തലാകട്ടെ, നോമ്പ് തുറപ്പിക്കലാകട്ടെ, കുടുംബത്തിൽ ചെന്നിട്ട് രോഗികളെ കാണലാകട്ടെ, മറ്റു മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി കാന യജ്തഹിദു ഫീ റമളാൻ, റമളാനിൽ തങ്ങൾ കഠിനാധ്വാനം ചെയ്തിരുന്നു.